ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഇഫ്താർ സ്പെഷ്യലാണ്. അതും ബാക്കി വരുന്ന പത്തിരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആൻഡ് സിമ്പിളി ഇഫ്താർ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇപ്പോൾ ഇഫ്താർ ആയതുകൊണ്ട് പത്തിരിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ പത്തിരിക്ക് ഇനി ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ബാക്കി വന്ന ഒരു 2-3 പത്തിരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിന് പൊതിർത്തിയെടുക്കണം, നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് പൊങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്തെടുക്കുക, വെള്ളം ഓവറായി പോകണ്ട. അപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ അപ്പസോഡയ്ക്ക് പകരം ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു ടിപ്പ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ടീസ്പൂണ് തൈരും അതേ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇത് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൈം. അതുവരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചേരുവ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്കിന് ഇത് മതി, കാരണം കുറച്ച് പത്തിരി ഉള്ളൂ, 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കണക്ക് കൂടുകയാണെങ്കിൽ ഈ ചേരുവകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കണം കേട്ടോ. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഓവറാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേറെ ഒന്നുകൂടി ടൈറ്റായിട്ടാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പം ഇത് കുറച്ച് പത്തിരി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണ്ട, നമുക്കൊന്ന് കടിച്ചാൽ തേങ്ങ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള രീതിയിലൊന്ന് അരച്ചെടുക്കണം. അതുപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത്ര ടൈറ്റിലൊക്കെ വേണം. പറ്റി ലൂസായാലും നമ്മളെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. അഥവാ ഇനി ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്തുങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അഥവാ ആർക്കെങ്കിലും ഇനി മധുരത്തോട് കൂടിയാണ് ഈ സ്നാക്ക് വേണ്ടതെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മധുരമില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ മാവിൻ്റെ കട്ടി കണ്ടില്ല, അത്രയും ടൈറ്റിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൂസായി പോയാൽ അത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ വെള്ളം ഓവറൊക്കെ ആവുകയാണെങ്കിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്തിട്ട് നമ്മൾ ഈ ബാറ്ററി കുറച്ച് ടൈറ്റിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പത്തിരിൻ്റെ എണ്ണം കൂടുകയാണെങ്കിലും ഇതൊക്കെ മൈദപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ. ഇത് ഒരു വശം വന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 വശം വേവിച്ചെടുക്കുക. ശേഷം നമുക്കിത് വേറെ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് സ്പെഷ്യൽ ഇല്ലാന്നൊരു പരാതിയൊന്നും വേണ്ട. അപ്പോൾ ബാക്കിയുള്ള പത്തിരി കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.